Hello guys and welcome back to Best Topics. എനിക്കിതുവരെ Volkswagen അവരുടെ ID റേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ, ID.3 ആയിക്കോട്ടെ, ID.4 ആയിക്കോട്ടെ, ഈ വണ്ടികളൊന്നും ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ട് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്താൽ സക്സസ്ഫുൾ ആവും എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാൽ ഈ വണ്ടി അങ്ങനെയല്ല. ഇതിൻ്റെ പേര് ID.2All എന്നാണ്. ഇതെങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റും പ്രോമിനൻ്റ് ആവുന്നത് എന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയുടെ ഡിസൈൻ നോക്കാം. ഇതിപ്പോൾ അവരൊരു ID ലൈഫ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് 2021 കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ സ്പെക് മോഡലാണെന്ന് പറയാം. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ വാഹനത്തിൽ കാണാനുണ്ട്. ഇതും കൈൻഡ് ഓഫ് ഒരു കോൺസെപ്റ്റ് പോലെ തന്നെയാണ് ഇപ്പോൾ. പക്ഷേ എന്നാൽ കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അതായത് നിയർ ടു പ്രൊഡക്ഷൻ സ്പെക്ക് എന്ന് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാം. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. അതായത് ആർക്കും കണ്ടാൽ ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഹ്യുണ്ടായി പോലെ വളരെ പോളറൈസിങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ഒന്നും കൊടുക്കാനും നോക്കിയിട്ടില്ല. വളരെ പണ്ടത്തെ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഡിസൈൻ ഫിലോസഫി അനുസരിച്ച് തന്നെയാണ് ഇത് വരുന്നത്. പക്ഷേ എന്നാൽ അതിൽ ഒരുപാട് മോഡേൺ ടച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഗ്രില്ലൊന്നും വരുന്നില്ലെങ്കിലും ഗ്രില്ല് പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഡിസൈൻ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ടാണ് Volkswagenൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴത്ത് എയർ കർട്ടൻസ് പോലൊക്കെ ഉണ്ട്, ഡിസൈനിൽ കാണാനുണ്ട്. അത് ഫംഗ്ഷനിലാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും എനിക്ക് ഈ വണ്ടിയുടെ ഡിസൈൻ ഒട്ടുമിക്ക എല്ലാ രീതിയിലും ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ ഫ്രണ്ട് ആണെങ്കിലും സൈഡ് ആണെങ്കിലും ഒക്കെ. സൈഡിൽ ഇത് കൈൻഡ് ഓഫ് ഒരു ഹാഷ് ബാക്ക് പോലെ തന്നെ തോന്നുള്ളൂ, അല്ലാതെ ഇതൊരു SUV അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഡോറിൻ്റെ ഡിസൈൻ തന്നെ കണ്ടില്ലേ. അതായത് നമ്മുടെ ഒരു ഡോർ ഹാൻഡിൽസ് ഒന്നും നമ്മുടെ നോർമൽ ടിപ്പിക്കൽ സ്ഥലത്തല്ല വരുന്നത്. അത് ആ ഒരു ടോപ്പിലത്തെ, അതായത് സി പില്ലറിൻ്റെ പോർഷനിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് 4050 മില്ലിമീറ്റേഴ്സ് ആണ്. അത് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന സപ്പോമീറ്റർ റൂളിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണെന്ന് പറയും. പക്ഷേ അത് ആക്ച്വലി വലിയൊരു കാര്യമല്ല. കാരണം ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സപ്പോമീറ്റർ റൂളും ഇല്ല. ഈ സപ്പോമീറ്റർ റൂൾ വെച്ച് തന്നെ എഞ്ചിൻ കപ്പാസിറ്റി കുറയ്ക്കുക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇതിന് എഞ്ചിനേ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിവിടെ കൊണ്ടുവരികയാണെങ്കിൽ 4050 മില്ലിമീറ്ററിന് താഴെ കൊണ്ടുവരണം. 4 മീറ്റേഴ്സിന് താഴെ 3999 മില്ലിമീറ്റേഴ്സിൽ നിർത്തണം എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ആ ഒരു കാരണം കൊണ്ടാണ് അവരിപ്പോൾ നിലവിലുള്ള പുറത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ പോളോ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാത്തത്. 4 മീറ്റേഴ്സിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇലക്ട്രിക് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ അതിൻ്റെ അലോയ്സ് ആണെങ്കിലും 20 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി വലിയ സൈസുള്ള ടയേഴ്സാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത്രയും വലിയ സൈസുള്ള ടയേഴ്സ്. എൻ്റെ പ്രൊഫൈൽ ആണെങ്കിലും ജസ്റ്റ് 40 ഉള്ളൂ. 40 പ്രൊഫൈലുള്ള ടയേഴ്സൊക്കെ നമുക്ക് ഇവിടെ അത്രമാത്രം പ്രാക്ടിക്കലായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഏതായാലും അതൊക്കെ നമ്മളിനിപ്പോൾ കാത്തിരുന്ന് കണ്ടുവരും. ഇതിപ്പോൾ ഇതിൻ്റെ ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം. ജസ്റ്റ് എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് ആണ്, അത് ലാസ്റ്റ് ഞാൻ പറയാം. ഇനി റിയർ എൻഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കണക്റ്റഡ് ടൈൽ ലാംപ്സിൻ്റെ ഒരു ഡിസൈൻ ഫിലോസഫി ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ ടൈഗൂണിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ. പക്ഷേ എന്നാൽ ഇതും ബോറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി ബാക്കിൽ വണ്ടിയുള്ള കണക്റ്റഡ് ടൈൽ ലാംപ്സ് കൊടുക്കുന്ന അത്ര വൃത്തിയേടല്ല. ഫ്രണ്ടിൽ കണക്റ്റഡ് ഹെഡ് ലാംപ്സ് വരുമ്പോഴാണ് അത് വലിയൊരു സുഖമില്ലാത്തത്. ഇതും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു SUV പോലെ ഇരിക്കുന്ന രീതിയിലുള്ള ഡിസൈനൊന്നും അല്ല. എവിടേക്കും ഒരു ഹാച്ച് ബാക്ക് വൈബ്സ് കൂടുതൽ തരുന്ന ഡിസൈൻ തന്നെയാണ്. പിന്നെ ഓൾ LED ഹെഡ് ലാംപ്സ് ആണ്. VWയുടെ ലോഗോ നോക്കുകയാണെങ്കിലും കുറച്ച് ഡിഫറൻ്റ് ആണ് ബാക്കിൽ. പിന്നെ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ എക്സോസ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ബമ്പറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും വളരെ സിമ്പിളാണ്. ആക്ച്വലി വണ്ടി മൊത്തത്തിൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ കട്ട്സ് ആൻഡ് ക്രീസസും പിന്നെ ഭയങ്കര മോഡേൺ ആക്കാൻ തോന്നിക്കുന്ന രീതിയിൽ, അതായത് ഇങ്ങനെ വെറുതെ ആക്കാൻ നോക്കുമല്ലോ, ഓവറാക്കാൻ, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അകത്തേക്ക് വരികയാണെങ്കിലും സെയിം കാര്യം തന്നെയാണ് വരുന്നത്. അതായത് ഒരുപാട് ഓവറാക്കാൻ നോക്കാതെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ ആണെങ്കിലും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസും അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ടിപ്പിക്കൽ Volkswagen വാഹനത്തിൽ നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ അവരുടെ ജെറ്റയിലൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി A5 ജെറ്റയിലും അതുപോലെ B6 പസാറ്റിലും അതിനകത്തൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ കുറേ Volkswagenൻ്റെ ടിപ്പിക്കൽ ടച്ചസ്, അതായത് കുറേ ഫെൽറ്റ് ലൈനിങ്ങും പിന്നെ കുറച്ച് റബ്ബറൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും പിന്നെ നല്ല പ്രീമിയം മെറ്റീരിയൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഇതൊരു പുതിയ സ്റ്റിയറിംഗ് ഡിസൈനാണ്. ഇപ്പോൾ Volkswagen കൊടുക്കുന്ന പോലത്തെ ഡിസൈൻ അല്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. എഗെയിൻ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയുക. ബേസിക്കലി ഇതൊരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആണെങ്കിലും ഇതിൻ്റെ ആ സെൻറ്റർ പോർഷൻ കുറച്ചിങ്ങനെ അകത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലൊക്കെയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന കൺട്രോൾസ് ആണെങ്കിലും സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ആണെങ്കിലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ്ലി പ്ലേസ്ഡ് ആണ് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റങ്ങൾ അത് ആക്ച്വലി 2 എണ്ണം ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു 10.9 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. ഓൾ ഡിജിറ്റലാണ് ഒബ്വിയസ്ലി. അതും ചെറുതാണ്. ആക്ച്വലി നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. കാരണം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മളിപ്പോൾ യൂഷ്വലി 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, 12 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നൊക്കെ പറയും. ഇത് പക്ഷേ 12.9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. ഫസ്റ്റ് ഞാൻ കാണിച്ച ഇമേജ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വളരെ വലുതാണ്. പിന്നെ അതിൻ്റെ അകത്ത് എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ AC കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അകത്തുനിന്നാണ്. ഒബ്വിയസ്ലി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്, ഡ്യുവൽ സോൺ ആണ്. അതിലൊന്നും സംശയമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇങ്ങനത്തെ ഒരു വാഹനത്തിൽ. അപ്പോൾ അതൊക്കെ തീർച്ചയായും ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് വയർലെസ് ചാർജിങ് സാധനങ്ങളൊക്കെ ഉണ്ട്.
45 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന USB Type-C ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ വലിയ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഹെഡ്സപ്പ് ഡിസ്പ്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതായത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഈ വാഹനത്തിൽ ഒരു കുറവ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു ഗിയർ സെലക്ടർ നോബ്, ഗിയർ സെലക്ടർ അല്ലെങ്കിൽ ഡ്രൈവ് സെലക്ടർ എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഗിയറൊന്നും ഇല്ല, സിംഗിൾ മോട്ടോർ ട്രാൻസ്മിഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നതൊക്കെ. ഈ സാധനം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ നടുവിൽ ഒരു VW ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നേൾഡ് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ മൊത്തത്തിൽ അത്യാവശ്യം നല്ല രസമുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ, അങ്ങനത്തെ സകലമായ സാധനങ്ങളും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ സെൻറ്റർ പോർഷനിൽ ആ ഒരു സെൻറ്റർ കൺസോളിൻ്റെ താഴത്തായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോറേജ് ഏരിയ ഒക്കെ അവൈലബിൾ ആണ്. അതിപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ താഴത്തൂടെ പോകാൻ ട്രാൻസ്മിഷൻ ടണലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പവർ ട്രെയിൻ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇതുവരെ Volkswagen പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ എന്നാൽ അവർ പറയുന്ന ഏകദേശം 450 കിലോമീറ്റേഴ്സ്, അതായത് 280 മൈൽസ് ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് അവർ WLTPയിൽ ടാർഗറ്റ് ചെയ്യുന്ന റേഞ്ച് ഫിഗേഴ്സ്. അതായത് നമുക്ക് ഏകദേശം ഒരു 45-50 കിലോ ഓട്ടോ ബാറ്ററി പാക്കിൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്ത് വരും എന്ന് എക്സ്പെക്ട് ചെയ്ത് പോകാം. ആ ഒരു റേഞ്ചിൽ വരുമ്പോഴാണ് മിക്കവാറും 450 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ WLTPയിൽ റേഞ്ച് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തുന്നത്. 222 PS പവർ ആയിരിക്കും ഈ വാഹനത്തിൽ വരാൻ പോകുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം Volkswagen ഒഫീഷ്യലി പറയുന്നതിന് മുമ്പ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇതിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യവും ഞാനിതിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് MEB പ്ലാറ്റ്ഫോമാണ്. MEB പ്ലാറ്റ്ഫോമിലാണ് Volkswagenൻ്റെ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും വരുന്നത്. അതിൻ്റെ അകത്ത് ഇതുവരെ ഒരു റിയർ വീൽ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ എന്നാൽ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ വരുന്ന ആദ്യത്തെ വാഹനമാണിത്. ബൈ ദ വൈ ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, പുറത്താണെങ്കിലും ജസ്റ്റ് അൺവെയിൽ ചെയ്തിട്ടേ ഉള്ളൂ. 2025 ഈ വാഹനത്തിൻ്റെ ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത്. അതും Volkswagen ടാർഗറ്റ് ചെയ്യുന്ന $26,400 താഴെ വരുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക് വാഹനം എന്ന രീതിയിലാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 22 ലക്ഷം രൂപയുടെ താഴെ വരും. 22 ലക്ഷം രൂപയുടെ താഴെ നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത് ആക്ച്വലി അത്യാവശ്യം ചീപ്പായിട്ടുള്ളൊരു വാഹനമാണെന്ന് പറയാം, പുറത്തേക്ക് വെച്ച് നോക്കുമ്പം അവിടുത്തെ സ്റ്റാൻഡേർഡ്സിൽ. അതുകൊണ്ട് തന്നെ ഈ വാഹനം അവർ ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം അല്ലെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അവരവിടെ ലോക്കലി മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ 2025 കഴിയുമ്പം 2026, 2027 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും 20 ലക്ഷം രൂപയ്ക്ക് താഴെ Volkswagen ഒരു ഇലക്ട്രിക് വാഹനം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു വലിയ സക്സസ് ആവുമായിരിക്കുന്നത്. കാരണം ഈ പ്ലാറ്റ്ഫോം അവർ ഇന്ത്യയിൽ വന്ന് ലോക്കലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ കമ്പനിക്ക് മാത്രമല്ല അത് എടുക്കാൻ പറ്റുന്നത്. മഹീന്ദ്രയും Volkswagenമായിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇവിടെ വന്ന് ലോക്കലി മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ മഹീന്ദ്രയ്ക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, പിന്നെ സ്കോഡ തീർച്ചയായും ഉപയോഗിക്കും. ചിലപ്പോൾ ഒരു ഔഡി വാഹനം ഈ പ്ലാറ്റ്ഫോമിൽ ഇലക്ട്രിക്കിൻ്റെ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്, ലോക്കലി മാനുഫാക്ചർ ചെയ്ത് തന്നെ. അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ MEB ഫ്രണ്ട് വീൽ ഡ്രൈവ് ബേസ്ഡ് പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് ഈ വണ്ടി ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പുതിയ പോളോ, അതായത് പെട്രോൾ ഡീസൽ ഫോമിൽ ഇനിയിപ്പോൾ ഡീസൽ എന്തായാലും കിട്ടില്ല, പക്ഷേ പെട്രോളിലാണെങ്കിൽ പോലും നമുക്കിനിയിപ്പോൾ പുതിയ പോളോ കിട്ടും എന്നുള്ള പ്രതീക്ഷ മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതിനിപ്പം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ MQB A0N പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും പോളോയ്ക്കുള്ള ഒരു പോസിബിലിറ്റി കുറവാണ്. അല്ലെങ്കിൽ പിന്നെ അവരിന് വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ പുറത്തെ പ്ലാറ്റ്ഫോം എടുത്ത് തന്നെ അവർ ഇന്ത്യയിലേക്ക് വേണ്ടി ഷോർട്ട് ആക്കിയിട്ടൊക്കെ കൊണ്ടുവരേണ്ടി വരും. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയി പോകും. Volkswagen അതിൽ നിന്ന് ഒരുപാട് പ്രോഫിറ്റും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരത് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വാഹനത്തെ പറ്റി പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് പിന്നെ സപ്പോമീറ്ററിൻ്റെ ഇഷ്യൂ ഇല്ല, ഇലക്ട്രിക് ആയതുകൊണ്ട് ലോക്കലി മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പുതിയ Volkswagen 3.0 പ്രൊജക്റ്റിന് അണ്ടറിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം ആവുകയും ചെയ്യും. പിന്നെ ഇതിനു മുമ്പും കുറേ റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, Volkswagen ഇനിയിപ്പം ഈ MQB A0N പ്ലാറ്റ്ഫോമിനുള്ളിൽ കൂടുതൽ അധ്വാനിക്കാൻ പോകുന്നില്ല, സ്കോഡ ആയിരിക്കും അതിൻ്റെ അകത്ത് 2.5 പ്രൊജക്റ്റിന് അണ്ടറിലേക്ക് കയറാൻ പോകുന്നതെന്ന്. ഇതൊന്നും കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷെ എന്നാലും നമ്മൾ ഇതിനു മുമ്പ് കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ Volkswagen 2.5 പ്രൊജക്റ്റിലേക്ക് കയറിയില്ലെങ്കിൽ അവർ ഡയറക്റ്റ് 3.0 പ്രൊജക്റ്റിലായിരിക്കും കയറാൻ പോകുന്നത്. ഇപ്പോൾ അവർ കറൻ്റ്ലി 2.0 പ്രൊജക്റ്റ് കഴിഞ്ഞു, 4 വണ്ടികളായിരുന്നു പ്ലാൻ ചെയ്ത്, അത് കഴിഞ്ഞു ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നതിൽ. ഇനിയിപ്പോൾ 3.0 എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും. 2.5 എന്ന് പറഞ്ഞാൽ MQB A0N തന്നെ കുറച്ചുകൂടെ മെച്ചോർഡ് വാഹനങ്ങളാണ് ഇനി അവർ പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, Volkswagen ചിലപ്പോൾ അതിൽ കയറില്ല, അതിന് പകരം അവർ ഡയറക്റ്റ് 3.0ലേക്ക് പോകും എന്നുള്ളത്. 3.0ലേക്ക് പോകുകയാണെങ്കിൽ അതിലൊരു പക്ഷേ അവർ ഈ പ്ലാറ്റ്ഫോം ആയിരിക്കാം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ലോക്കലൈസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റീസൺസ് ആണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ. എന്തായാലും ഗൈസ്, ഈ വണ്ടി ഇന്ത്യയിലേക്ക് വരുന്നതാണോ അതോ നമ്മുടെ പണ്ടത്തെ പോളോ അല്ല, അതിൻ്റെ തന്നെ ഒരു പുതിയ ജനറേഷനായിട്ട് പെട്രോൾ മോഡൽ ഇന്ത്യയിലേക്ക് വരുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് താഴെ പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക. ബൈ.